സുഗമോദേവി സീരിയലിന്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ശാരിക പറയുന്നുണ്ട്, ചേച്ചി സത്യമാണ് ഞാൻ ഈ പറയുന്നത്. ഇസബലയും കെവിനും ഋഷിയും ചേർന്ന് കളിച്ച ഒരു ഒന്നാം തരം നാടകമായിരുന്നത്. നന്ദേട്ടനെ കൊടുക്കാൻ വേണ്ടിയിട്ട് നന്ദേട്ടനെ ഭീഷണിപ്പെടുത്തിയിട്ടായിരുന്നു അവരുടെ ഓരോ നേട്ടങ്ങളും നേടിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ അതിന് പിന്നിൽ മറ്റെന്തോ ഉദ്ദേശങ്ങളുണ്ട്. കൃത്യമായിട്ട് എനിക്ക് കാര്യങ്ങൾ അറിയാൻ കഴിഞ്ഞില്ലെങ്കിലും അവർ പകുതി വിജയിച്ചു. കെവിന്റെ ബുദ്ധിയായിരുന്നു ഇത്. പിന്നെ നന്ദേട്ടൻ ഋഷിയെ തല്ലി വീഴ്ത്തി. അതുവരെ ശരിയാണ്. ബാക്കിയെല്ലാം അവരെഴുതിയ വൃത്തികെട്ട നാടകമായിരുന്നു. അതിലെ ജീവിച്ചിരിക്കുന്ന രക്തസാക്ഷിയാണ് നന്ദേട്ടൻ. ബാക്കി ചന്ദ്രോത്ത് വീടും നമ്മളും എല്ലാവരും അതിലെ രക്തസാക്ഷികളാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശാരിക പറയുമ്പോൾ, ദേ ഇവള് പറയുന്നൊന്നും വിശ്വസിക്കേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് രാധിക മുന്നോട്ട് വരികയാണ്. അമ്മേ, എന്തായാലും അവൾ ഇങ്ങനെ ഒരു നുണ പറയില്ല. ശാരി, നീ ഇതൊക്കെ എവിടുന്ന് അറിഞ്ഞു? എവിടുന്നും ആയിക്കോട്ടെ. പക്ഷെ ഞാൻ പറഞ്ഞതെല്ലാം സത്യമാണ്. എത്രയും പെട്ടെന്ന് ഹരിവക്കീലിനെയും അതുപോലെ സിദ്ധാർത്ഥൻ അങ്കിളിനെയും എല്ലാവരെയും അറിയിക്കണമെന്ന് പറയുമ്പോൾ, അതിനേക്കാൾ മുന്നായിട്ട് ഡിവൈഎസ്പി ഐസക്കിനെയാണ് അറിയിക്കേണ്ടതെന്നിങ്ങനെ ദേവിക പറയണം. ആ, എന്നാ പിന്നെ ചെന്ന് അറിയിക്കെന്ന് പറഞ്ഞുകൊണ്ട് ശാരിക ചിരിക്കുകയാണ്. എന്താ നീ ഇങ്ങനെ ചിരിക്കുന്നത്? എന്താടി കാര്യം എന്നിങ്ങനെ ദേവി ചോദിക്കുമ്പോൾ, ചേച്ചി അയാളാണ് ഇതിന്റെ മാസ്റ്റർ പ്ലാൻ. അയാളാണ് എല്ലാ പ്ലാനുകളും ഈ കെവിനും ഇസബല്ലയ്ക്കും ഋഷിക്കൊക്കെ ഉണ്ടാക്കി കൊടുത്തതെന്ന് പറയുമ്പോൾ, എന്ത്? അതെ, ഈ ഐസക്ക് ഇസബല്ലയുടെ ആരാണെന്ന് അറിയാമോ? പാപ്പൻ, അതായത് അച്ഛന്റെ സ്വന്തം അനിയൻ. ഇത് കേട്ട് ദേവികയാണെങ്കിൽ ആകെ ഷോക്കാവുന്നു. ചേച്ചി, ഞാൻ പറഞ്ഞല്ലോ, ഇത് വളരെ ബുദ്ധിപൂർവ്വം കൈകാര്യം ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഇതിന് പുറകിൽ മറ്റു പല രഹസ്യങ്ങളും കൂട്ടിയോജിപ്പിച്ച് കിടക്കുന്നുണ്ടെന്നൊക്കെ പറയുമ്പോൾ, അരുന്ധതിയെക്കുറിച്ചും ഹരിവക്കീൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ ദേവിക ആലോചിക്കുന്നു. അതുപോലെ നന്ദു പലപ്പോഴായിട്ടും ദേവികയോട് പറഞ്ഞ കാര്യങ്ങളും അങ്ങനെ ശാരിക പറയുന്നുണ്ട്. പാവം നന്ദേട്ടൻ. നന്ദേട്ടൻ ഒരു കൊലയാളിയല്ല. ഇനി എത്രയും പെട്ടെന്ന് നന്ദേട്ടനെ കണ്ടെത്തുക എന്നതാണ് നമ്മുടെ ലക്ഷ്യം. അങ്ങനെ കണ്ടെത്തി കഴിഞ്ഞാൽ അവർക്ക് അവർ നമ്മളെ കുടുക്കിയതുപോലെ തന്നെ, അല്ലെങ്കിൽ ബുദ്ധിമുട്ടിച്ചതുപോലെ തന്നെയുള്ള തിരിച്ചടി കൊടുത്തിരിക്കണം. നിയമത്തിന് പിന്നെ വിട്ടുകൊടുത്താൽ മതി. ആദ്യം നമ്മുടെ ശിക്ഷ എന്നൊക്കെ ഇങ്ങനെ ശാരിക പറയുകയാണ്. അങ്ങനെ ദേവിക പറയുന്നുണ്ട്, പാവം എൻ്റെ നന്ദു എത്ര പ്രാവശ്യം എന്നെ പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് ശ്രമിച്ചു. പക്ഷേ ഞാനതൊന്നും കേൾക്കാൻ നിന്നില്ല. അവൻ ഒരുപാട് അനുഭവിച്ചു. ചേച്ചി, എങ്കിൽ പിന്നെ സമയം കളയണ്ട. എത്രയും പെട്ടെന്ന് ചന്ദ്രത്തെ വീട്ടിലേക്ക് പോയിട്ട് എല്ലാവരോടും സത്യങ്ങൾ തുറന്നു പറയുമെന്ന് പറഞ്ഞ് ശാരിക അവിടെ നിന്ന് വിട്ടയക്കുകയാണ്. ശേഷം പ്രകാശാണെങ്കിൽ ഋഷിയോട് കുറച്ച് സംസാരിക്കാനായിട്ട് വരികയാണ്. ഋഷി പറയുന്നുണ്ട്, എന്തിനാ എന്നെ ഇവിടെ ഇങ്ങനെ കൊണ്ടുവന്നിട്ടിരിക്കുന്നത്? അതൊക്കെ പറയാന്നേ, എനിക്കറിയണം. എന്ത് കാര്യത്തിനാ? നന്ദൻ പറഞ്ഞിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്തത്? നന്ദൻ പറഞ്ഞിട്ടൊന്നുമല്ല, പക്ഷെ നന്ദൻ എന്നോടൊപ്പം ഉണ്ട്. പിന്നെ എന്തിനാ? എന്താവശ്യത്തിനാ? അതൊക്കെ ഇപ്പൊ പറയാൻ പറ്റില്ല ഋഷിക്കുട്ടാ. ദേ, എല്ലാത്തിനും ഉത്തരം നിന്റെ അമ്മയ്ക്ക് മാത്രമേ അറിയുള്ളൂ. ഭാഗ്യമുണ്ടെങ്കിൽ നീ ഇവിടെ നിന്നും തിരിച്ചുപോയി നിന്റെ അമ്മയെ കാണും. അപ്പോ അവര് പറയും, അവർ കാരണം ജീവിതം നശിച്ച ഒരാളാണെന്നൊക്കെ പറയുമ്പോൾ, എങ്ങനെ എന്റെ അമ്മ നിങ്ങളുടെ ജീവിതം നശിപ്പിച്ച്? എല്ലാ കഥയും ഒരുമിച്ച് കേൾക്കണ്ടെന്നേ. എല്ലാത്തിനും സമയമുണ്ടല്ലോ. ദേ, ഇത് നിനക്കുള്ള കുറച്ച് ഡ്രസ്സാണ്. എന്തായാലും ചില ഗുണ്ടകളൊക്കെ തട്ടിക്കൊണ്ടുവന്നാലേ ഇട്ട ഡ്രസ്സോട് കൂടിയിട്ട് വിടുന്നത് വരെ അതേപോലെ ഇരുത്തും. പക്ഷെ ഇവിടെ അങ്ങനെയൊന്നുമില്ല കേട്ടോ. നിനക്കേ പുതിയൊരു റൂം, കിടക്ക എല്ലാം ഉണ്ട്. അതുപോലെ വാഷ്റൂം അപ്പുറത്തുണ്ട്. നിനക്ക് നല്ല സ്വാദിഷ്ടമായിട്ടുള്ള ഭക്ഷണങ്ങൾ ഉണ്ടാക്കി തരാനായിട്ട് കുക്കും ഉണ്ട്. അതുകൊണ്ട് ഋഷികൂട്ടൻ ഇവിടെ സമാധാനത്തോടെ ഇരിക്കെ, കാര്യങ്ങളൊക്കെ വൈകാതെ ഞാൻ അറിയിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് പ്രകാശ് അവിടെ നിന്നും പോവുകയാണ്. ഈ സമയം അതിലൊരു ഗുണ്ട ഋഷിയോട് പറയുന്നുണ്ട്, ദേ സാറങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പോകും എന്ന് കരുതിയിട്ട് വിളച്ചെടുക്കാൻ നിന്നാണല്ലോ നിന്റെ തലമുറ തല്ലി പൊട്ടിക്കുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അയാൾ അവിടെ നിന്ന് പോവുകയാണ്. ഋഷിയാണെങ്കിൽ ഒന്നും മനസ്സിലാകാതെ അങ്ങനെ ഇരിക്കുന്നുണ്ട്. എന്തായാലും അരുന്ധതിയെ ചുറ്റിപ്പറ്റി എന്തൊക്കെയോ സത്യങ്ങളുണ്ടെന്നുള്ള കാര്യം ഉറപ്പ്. തുടർന്ന് ദേവികയാണെങ്കിൽ സിദ്ധാർത്ഥനെയും പ്രഭാവതിയെയും കണ്ട് കാര്യങ്ങളൊക്കെ പറയുകയാണ്. ഇസബലയുടെയും കെവിന്റെയും ഋഷിയുടെയും വൃത്തികെട്ട നാടകമായിരുന്നു ഇതെന്നൊക്കെ പറയുമ്പോൾ, ഇല്ല, ഞാനിതൊരിക്കലും ക്ഷമിക്കില്ല. എനിക്ക് ആ അരുന്ധതിയെ കാണണം. അവളാണ് ഇതിന് പുറകിൽ എന്നൊക്കെ പറയുമ്പോൾ, അമ്മേ, ഇപ്പോ നമുക്ക് വേണ്ടത് ക്ഷമയാണ്. ക്ഷമയോട് കൂടിയിട്ട് കാത്തിരിക്കാമെന്നൊക്കെ പറയുമ്പോൾ, സിദ്ധു, വാ നടക്ക്, നമുക്ക് അരുന്ധതിയെ കണ്ട് നമ്മുടെ മോൻ എവിടെയെന്ന് ചോദിക്കാം. അവരെന്തിനാ ഇത്തരത്തിലൊരു നാടകം കളിച്ചതെന്ന് അറിയട്ടെ എന്നൊക്കെ ചോദിക്കുമ്പോൾ, പ്രഭ, താനിപ്പോ എങ്ങോട്ടാ പോകുന്നത്? ഞാൻ പോവാണ്. അവളെ കാണണം എനിക്ക്. എന്നിട്ട് ഒരു പത്രസമ്മേളനം വിളിക്കണം. എല്ലാവരെയും അറിയിക്കണം. എന്റെ മോനെ അവൾ തന്നെയാണ് തട്ടിക്കൊണ്ടുപോയിരിക്കുന്നത്. അവൾക്ക് പക തീർന്നില്ല എന്നൊക്കെ പറയുമ്പോൾ, ഇത് കേട്ട് സിദ്ധാർത്ഥൻ പറയുന്നുണ്ട്, ദേ വേണ്ട, എടുത്തു ചാടി ഒന്നും ചെയ്യണ്ട. അങ്ങനെ നമ്മൾ നന്ദനെ കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം തിരിച്ചറിഞ്ഞു എന്നറിഞ്ഞാൽ ആ ഇസബലിക്കും കെവിനും നന്ദിനെക്കുറിച്ച് എന്തെങ്കിലും സൂചനയുണ്ടെങ്കിൽ നമ്മുടെ മോന്റെ ജീവന് ആപത്താണ്. അതുകൊണ്ട് കുറച്ച് ക്ഷമിച്ചേ മതിയാകുള്ളൂ എന്ന് അങ്ങനെ പറയുകയാണ്. അതെ അമ്മേ, ഇത് ബുദ്ധിപൂർവ്വം ചിന്തിച്ച് കൈകാര്യം ചെയ്യേണ്ട ഒരു കേസാണ്. നമുക്ക് എങ്ങനെയാണോ അവർ തിരിച്ചടി തന്നത് അതേ നാണയത്തിൽ തന്നെ തിരിച്ചടിക്കണം. പിന്നെ ഈ ഐസക്ക്, അയാളെയും വകവരുത്തണം. എല്ലാം കൊണ്ടും നമ്മൾ ഒരുപാട് ചിന്തിക്കാനുണ്ട്. മാത്രമല്ല നന്ദു എവിടെയാണെന്ന് എത്രയും പെട്ടെന്ന് കണ്ടെത്തണം. അതൊക്കെയാണ് നമ്മളിപ്പോ ചെയ്യേണ്ടതെന്ന് ഇങ്ങനെ ദേവിക പ്രഭയോടും സിദ്ധാർത്ഥനോടും പറയുമ്പോൾ, സിദ്ധാർത്ഥനും പ്രഭയും പറയുന്നുണ്ട്, മോൾ എന്താ പ്ലാൻ ചെയ്യുന്നത്? അച്ഛാ, കൃത്യമായിട്ടൊരു പ്ലാനിങ് ഇപ്പോൾ ഉണ്ടാക്കിയിട്ടില്ല. പക്ഷെ ശാരികയിൽ നിന്നും എനിക്ക് കുറച്ചധികം കാര്യങ്ങൾ കൂടി അറിയാനുണ്ട്. ശാരിക പാവവൾ, ഞാൻ ഒരുപാട് തവണ അവളെ കുറ്റപ്പെടുത്തിയിട്ടുണ്ട്, ചീത്ത പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അവൾ കാരണം കൊണ്ടാണല്ലോ ഇത്രയ്ക്കും വലിയൊരു സത്യം തിരിച്ചറിയാനായിട്ട് കഴിഞ്ഞത്. അവളോട് ഞാൻ എപ്പോഴും കടപ്പെട്ടവളായിരിക്കുമെന്നൊക്കെ പ്രഭാവതി പറയുമ്പോൾ, അമ്മേ, ഞാൻ പറയുന്നത് അമ്മ അനുസരണയോട് കേൾക്കണം. നന്ദുവിനെ നമ്മൾ കണ്ടെത്തും. അതിന് മുമ്പായിട്ട് കുറച്ച് കാര്യങ്ങളുണ്ട്. അല്ല, ഷാരിക്ക് എവിടെന്നാ ഇത്രയും
ഇത്തരം വിവരങ്ങളൊക്കെ കിട്ടിയത്? അതാ ഞാൻ പറഞ്ഞത്. അവരോട് കൃത്യമായിട്ട് തന്നെ സംസാരിക്കേണ്ടതുണ്ട്. എന്നിട്ട് നമുക്ക് കാര്യങ്ങൾ തീരുമാനത്തിലെത്തിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് പ്രഭാവതിയോടും സിദ്ധാർത്ഥിനോടും യാത്ര പറഞ്ഞ് അവിടെ നിന്നും ദേവിക പോകുന്നു. അങ്ങനെ മുരളിയും ഗൗരിയും ചേർന്ന് പ്രകാശം പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഗൗരി പറയുന്നുണ്ട്, അമ്മയും പ്രഭാന്റിയൊക്കെ ഇപ്പോ പ്രകാശിനെ വാനോളം പുകഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് പിന്നെ അവർക്ക് ബുദ്ധിയില്ലായ്മയാണ്. ഒരിക്കൽ എല്ലാ തെളിവുകൾ സഹിതം ശിക്ഷിക്കപ്പെട്ട ഒരു പ്രതിയാണ് അവൻ. ഒരു സുപ്രഭാതത്തിൽ വന്ന് ഞാൻ കൊന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ അങ്ങ് പഴം വിഴുങ്ങുന്നത് പോലെ വിഴുങ്ങാൻ പറ്റുമോ എന്നൊക്കെ മുരളി ചോദിക്കുകയാണ്. എന്നാലേ അത് വിശ്വസിച്ചാൽ മതിയാകൂ. ഞങ്ങളെല്ലാവരും അവിടേക്ക് ഭാർഗവി വരികയാണ്. ഞങ്ങളെല്ലാവരും ആദ്യം വിശ്വസിച്ചില്ല. ഞാനും പ്രഭകുഞ്ഞും ആദ്യം പേടിച്ചെങ്കിലും പിന്നീട് അവൻ പറയുന്നത് സത്യമാണെന്ന് മനസ്സിലായി. ഈ കാര്യങ്ങളൊക്കെ തന്നെ തലകീഴായി മറിയാൻ പോകുന്നതേ ഉള്ളൂ. എല്ലാത്തിനും പുറകിൽ അരുന്ധതി തന്നെയാണെന്നുള്ള കാര്യത്തിൽ 100% ഉറപ്പാണെന്നൊക്കെ പറയുമ്പോൾ ഒരിക്കലുമല്ല. നിങ്ങളൊക്കെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. ആ പ്രകാശൻ ശരിക്കും ഒരു വൃത്തികെട്ടവനാണെന്നൊക്കെ പറയുകയാണ്. ഗൗരിയും പറയുന്നുണ്ട്, സീറ്റ് സെറ്റിൽ അയാൾക്ക് വലിയ അഭിപ്രായമൊന്നും ഇല്ലമ്മേ. ഓ പിന്നെ ആർക്കപ്പോ വലിയ അഭിപ്രായം ഉള്ളത്? ദേ നോക്ക്, ഞാൻ പറയുന്നത് പോലെ കാര്യങ്ങൾ വരുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഭാർഗവി അവിടെ നിന്നും പോവുകയാണ്. അങ്ങനെ മുരളിയോട് ഗൗരി പറയുന്നുണ്ട്, ഒരു കാര്യം തീർത്ത് പറയാം മുരളിയേട്ടാ, ഈ പ്രകാശ് തിരിച്ചു വന്നിരിക്കുന്നത് മറ്റെന്തൊക്കെ ഉദ്ദേശം കൊണ്ടാണ്. എന്തോ വലിയ ആപത്തിന്റെ സൂചനയാണ്. ചന്ദ്രവത്ത് വെടിഞ്ഞു വിട്ട് ശാപം മാറുന്നില്ലല്ലോ. ഒന്ന് വിട്ടാൽ ഒന്നായിട്ട് അവരെ പിന്തുടർന്നുകൊണ്ടേ ഇരിക്കുന്നു എന്നൊക്കെ ഗൗരി പറയാണ്. മുരളിയും അത് ഡീപ്പായിട്ട് ചിന്തിക്കുന്നുണ്ട്. ശേഷം ശാരികയോട് നന്ദി വാക്ക് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ദേവിക. നീ കാരണം വലിയൊരു കേസാണ് ഇവിടെ തെളിയിക്കപ്പെട്ടിരിക്കുന്നത്. ആർക്കും കണ്ടെത്താൻ പറ്റാത്ത കാര്യങ്ങളാണ് നീ ആയിട്ട് കണ്ടെത്തിയിരിക്കുന്നത്. എനിക്ക് നിന്നോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാകുന്നില്ല ശാരി എന്നൊക്കെ പറയുമ്പോൾ, ദേ ചേച്ചി, ഞാനൊരു അടി വെച്ച് തരും കേട്ടോ. ചേച്ചി എന്നോട് നന്ദി പറയേ. ഞാൻ ജീവിക്കുന്നതേ ചേച്ചിക്കുട്ടിക്ക് വേണ്ടിയിട്ടല്ലേ. ചേച്ചിക്ക് വേണ്ടിയിട്ട് ഞാൻ ഏതറ്റം വരെ പോകുമെന്നൊക്കെ പറയണം. എങ്കിലേ മോള് പറയേ, ഏത് സോഴ്സിൽ നിന്നാണ് മോൾക്ക് ഈ വിവരങ്ങളൊക്കെ കിട്ടിയത്? എങ്ങനെയാണ് നീ സത്യങ്ങളൊക്കെ അറിഞ്ഞത്? ഞങ്ങൾക്ക് പോലും കണ്ടെത്താൻ ബുദ്ധിമുട്ടായിട്ടുള്ള സത്യങ്ങൾ നീ കണ്ടെത്തിയിരിക്കുന്നു. വലിയൊരു കാര്യമാണ് നീ ചെയ്തത്. പക്ഷെ അത് എവിടെ നിന്നാണ് എങ്ങനെയാണ് നിനക്ക് കിട്ടിയതെന്നും എനിക്ക് അറിഞ്ഞേ മതിയാകുള്ളൂ എന്ന് ദേവിക പറയുമ്പോൾ ശാരികയാണെങ്കിൽ ആകെ ഷോക്കാവുന്നു. മാധവനും രാധികയും അതേ അഭിപ്രായം തന്നെയാണ്. നീ അത് പറയണം, എങ്കിൽ മാത്രമേ പൂർണ്ണമായിട്ട് വിശ്വസിക്കാൻ കഴിയുള്ളൂ എന്നൊക്കെ പറയുമ്പോൾ ശാരികയാണെങ്കിൽ സത്യങ്ങളെല്ലാം തന്നെ തുറന്നു പറയാനായിട്ട് റെഡി ആവുകയാണ്. അപ്പൊ എന്തായാലും കെവിനുമായിട്ടുള്ള ബന്ധവും എല്ലാം തന്നെ ശാരിക തുറന്നു പറയും. അപ്പൊ കാത്തിരിക്കാം കിടിലൻ എപ്പിസോഡ്സിനായിട്ട്. ബൈ ബൈ.